ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ആരാധ്യക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു കേക്കൊക്കെ മേടിച്ചിട്ട് അവിടത്തേക്ക് പോകാനൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ ആരാധ്യന്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പം അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരകടത്തിന്റെ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഇത്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിലാണ്. എന്നിട്ട് ഇത് പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ഫ്രെയിം ചെയ്ത് കൊടുക്കാം. എന്തായി പണി എവിടെ വരെ എത്തി? നടന്നുകൊണ്ടിരിക്കുന്നു. കട്ട് ചെയ്യണം കുറച്ച്. വിവേകേട്ടനാണ് ഫോട്ടോ ഫ്രെയിം ചെയ്തോണ്ടിരിക്കുക കേട്ടോ. നമ്മള് ഫ്രെയിം വാങ്ങിയിട്ട് ഇവിടുന്ന് തന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ നോക്കി, പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്റ്റുഡിയോ ഒന്നും തുറന്നിട്ടില്ല. പിന്നെ ഷോപ്പും അങ്ങനെയൊന്നും ഷോപ്പ് സൺഡേ ആയിട്ട് തുറന്നിട്ടില്ല. വൈറ്റ് ഫ്രെയിം ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ ഞങ്ങൾക്ക് എവിടെയും കിട്ടിയില്ല. അത് ഷോപ്പ് തുറക്കാത്തതുകൊണ്ട് ഇപ്പം ലാസ്റ്റ് കുറേ നോക്കിയപ്പോഴാണ് പയ്യോളി ഒരു ഫാൻസിന്നാണ് ഇത് വാങ്ങിയ. ഒരു ഫാൻസിന്ന് വാങ്ങിയതാണേ. തൽക്കാലം അതുകൊണ്ട് ബ്ലാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി. വൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രെയിം ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ. ബ്രൗൺ അല്ലേ, ബ്ലാക്ക് അല്ല അല്ലേ, ബ്രൗൺ ആണ് ഫ്രെയിം. ഞാൻ നേരത്തെ വൈറ്റ് ആണ് ഭംഗി ഉണ്ടാകുകയെന്ന് വിചാരിച്ചത്, പക്ഷെ ബ്രൗൺ നല്ല ഭംഗി ഇട്ടിട്ടില്ലേ. ഇത് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല ഭംഗി തോന്നുന്നുണ്ട്. പിന്നെ ഈ ഫോട്ടോ വിവേകേട്ടൻ തന്നെ എടുത്ത ഫോട്ടോ ആണ്. ഈ വിഷുവിന് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പൊ ഫോട്ടോ എങ്ങനെ ഉണ്ടെന്നൊരു കമന്റ് ചെയ്യണേ. നല്ല രസമുണ്ട്, അടിപൊളിയുണ്ട് കണ്ടപ്പോ. അതായത് ഫോട്ടോ ആരാധിന്റെ ഫോട്ടോ. ആരാധിന്റെ പിറന്നാൾ അപ്പോഴത്തേക്ക് പോയി ആരാധി. അത് ആരാധിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ. നിക്കു നമ്മളെവിടെ പോവാ? ഏത് വീഡിയോയില്? കേക്കിന്റെ വീഡിയോ പോവാ ഗൈസ്. അപ്പൊ ഞാള് നമ്മുടെ കീഴിലുള്ള കേക്ക് ബേയിലോട്ട് പോവാ കേട്ടോ. ആരാധ്യന്റെ ബർത്ത്ഡേയുടെ കേക്ക് വാങ്ങാനായിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്ത് ആ സർപ്രൈസ് മൊത്തം പൊളിഞ്ഞിട്ടാ. അപ്പൊ ആരാ സർപ്രൈസ് പൊളിച്ചാരാ? ആരാ പറഞ്ഞേ കേക്ക് ഞാൻ കേക്ക് വാങ്ങാൻ പോവാന്ന് ആരാധ്യനോട് പറഞ്ഞാരാ? ആരാ പറഞ്ഞേ? അപ്പൊ നിക്കു ആരാധ്യ വീട്ടില് വന്ന സമയത്ത്, ആരാധ്യ ചേച്ചി വീട്ടിൽ വന്നത് കുറച്ച് മുന്നേ. അപ്പൊ ഞാള് ഒന്നും പറയാണ്ട് സർപ്രൈസ് ആയിട്ട് അവിടെ കേക്ക് കഴിച്ച് പോവാന്നൊക്കെ പ്ലാൻ ചെയ്ത്. അപ്പൊ നിക്കു ആണെങ്കിൽ ആരാധ്യ വന്നവിടെ ആരാധ്യ ഞാൻ കേക്ക് വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് എല്ലാം കോളാക്കി. അപ്പൊ ഏകദേശം നമുക്ക് കാര്യം പിടികിട്ടുകയും ചെയ്തു. ബ്ലാക്ക് ആക്കിയാൽ ഗിഫ്റ്റ് പേപ്പർ വാങ്ങിയിട്ടുണ്ട്. നേരത്തെ ഫ്രെയിം ചെയ്തിട്ടുള്ള ഈ ഫോട്ടോ അല്ലേ, അതൊന്ന് പൊതിയാണ്. ഗിഫ്റ്റ് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ മരവലി അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് കേസ്. അപ്പൊ സർപ്രൈസ് ഒക്കെ എന്തായാലും പൊടി. ഇനിയിപ്പോ നേരിട്ട് പോകുന്നു, കേക്ക് കൊടുക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ അയ്യല്ല, ഹാപ്പി ബർത്ത്ഡേ വരാ. അങ്ങോട്ട് ഇത് ഫ്രെയിം ചെയ്യണതാ. ഞാൻ നേരത്തോട് പറഞ്ഞിക്കാളൂ. അത് ഇഷ്ടപ്പെടിക്കാം. ഞാൻ പറഞ്ഞില്ലേ നിവനോട് പറ ഇത് ചെയ്യുന്നു. അല്ല ഞാൻ വരാൻ പ്രത്യേകം ഞാൻ വിചാരിച്ചേ ഇത് ആടെ കൊടുത്ത് ഫ്രീ ഇത് ചെയ്താലോ. അതെ കേക്കോ കേക്ക് കൊണ്ടുവന്നത്
സർപ്രൈസ് നിക്കു പൊളിച്ച്. അപ്പൊ ഗിഫ്റ്റിന്റെ കാര്യം ആരും അറിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതും നിക്കു നേരത്തെ പൊട്ടിച്ചിരുന്നു. നിക്കു പറഞ്ഞ് ആരാധിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, വയലിൻ വയ്ക്കുന്ന ഫോട്ടോ എന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ അതിവിടെ വന്നപ്പോ ആര് കാരനാണ് കേട്ടാ ഈ ഫോട്ടോത്തിന്റെ കാര്യല്ലേ. അത് ആരാധിനോട് നേരത്തെ പറഞ്ഞിക്കോരെ. ആരാധിക്കൊരു എന്തെന്ന് ആര് പറഞ്ഞേ? സർപ്രൈസ് ഫോട്ടോ എല്ലാം പറഞ്ഞു. എടാ എടാ ഞാൻ പറഞ്ഞേ കോലാന്ന് നമുക്ക് സർപ്രൈസ് ആക്കാൻ പറയണ്ട. നന്നായി തന്നെ അത് ആത്ത് പോയിട്ട് പറയുകയും ചെയ്ത്. പറഞ്ഞോ പ്രേമാമ്മ വിളിക്കുന്നേ. അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കൈവിട്ട് നിക്ക. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇൻവേർട്ടറാ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം മന്തി ഓർഡർ ചെയ്ത് അങ്ങനെ മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ.